ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ റെസിപ്പി ആയിട്ട് ഞാനിവിടെ വരുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മസാല ഷവായിയാണ്. ഇതുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ കടയിലെ അതേ ടേസ്റ്റിലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ കടയിനേക്കാൾ കൂടുതൽ ടേസ്റ്റേ ഉള്ളതിന് ഒട്ടും കുറയുമില്ല. പിന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരിതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയിപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു 2 കിലോത്തിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്കൊരു ഫോർക്കോ നൈഫോ എന്തെങ്കിലും എടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് അത് കുത്തി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു നൈഫാണ് എടുത്തിരിക്കുന്നത്, അല്ലെ ഫോർക്ക് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് കുത്തി കൊടുക്കണം. കാരണം നമ്മളിത് മസാല ഷവായാണ്, മസാല ചേർക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ടാണ്. പിന്നെ മസാല പിടിച്ചു കഴിഞ്ഞാലാണ് നമുക്കത് നല്ല ജ്യൂസി ആയിട്ട് അത് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഓരോ പീസും നൈഫ് കൊണ്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. ഞാനൊരു 20 കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. വറ്റൽ മുളകല്ല, അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാശ്മീരി മുളകാണ് ഇതിന് വേണ്ടത്. ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് സോക്കാവാൻ വേണ്ടിയുള്ള സുറുക്കയോ വിനാഗിരി എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒഴിച്ച് വെക്കണം. അതൊരു 15 മിനിറ്റെങ്കിലും അത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ആവുന്നത്, നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ മുളക് സുർക്കയിലിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഈ ഷവായിയുടെ മെയിൻ ടിപ്പായിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു മിക്സിയിലേക്ക് ആ മുളകും ഇട്ട് അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന സുർക്കയും നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് ഒരു സവാള എടുക്കുക. ഒരു സവാള എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അത് നമ്മൾ അതിലേക്ക് മുറിച്ചിടണം. പിന്നെ നമുക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടുക. പിന്നെ ഒരു സവാള എന്നുള്ളത് നമുക്ക് 2 സവാളയോ ഒരു തക്കാളി കൂടെ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു തക്കാളിയാണ്, അത് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ നോക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. 2 2.5 ഇടാം. അപ്പോൾ ഞാൻ 2ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയില, അത് നന്നായിട്ട് കഴുകി ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ട് അത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം. അത് അരച്ച് മസാലയുടെ ഒരു പാകമെന്ന് പറയുന്നത് നല്ല വെണ്ണ പോലെ അരയ്ക്കുക. എന്നിട്ട് അരച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് സ്പൈസി ഇച്ചിരി നമുക്ക് എരിവ് കുറവാണ്. നമുക്കിത് സ്പൈസി മസാലയാണ്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ അരച്ച് നല്ല വെണ്ണ പോലെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ ചിക്കൻ അത് മാറ്റി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഈ മസാല ഇട്ട് നന്നായിട്ടത് കോട്ട് ചെയ്യണം. അതായത് നമുക്കത് തേച്ച് നന്നായിട്ട് അതിന്മേൽ തേച്ച് പിടിപ്പിച്ച് ചെയ്യണം. കാരണം വലിയ ചിക്കൻ പീസാണ്, മസാല പിടിക്കണമെങ്കിൽ അത് നന്നായിട്ട് അത് തിരുമ്മി വെക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ എത്രയോളം അളവ് കൂടുന്നോ അത്രയും നമ്മൾ ഫ്രീസറിനകത്തേക്ക് വെക്കുന്ന സമയം കൂടുന്നതനുസരിച്ചാണ് ഇതിലേക്ക് മസാല പിടിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറേ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത് കുറേ നേരം വെക്കണം എന്നുണ്ടെങ്കിൽ എത്രയും നേരം കൂടുന്നോ അത്രയും നമുക്കതിൻ്റെ ടേസ്റ്റ് കൂടാം. പിന്നെ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഓയിലാണ് എടുക്കുന്നത്, വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇത് ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ. ചിക്കൻ ഇടുമ്പം നല്ല ഫ്ലെയിം കൂട്ടിയിടുക. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ 1-2 മിനിറ്റ് കഴിയുമ്പം അത് നന്നായിട്ട് ഫ്ലെയിം കുറച്ചിടുക. ഫ്ലെയിം കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. എന്നാലേ ഇത് ചെറിയ നല്ല
ജ്യൂസി ആയിട്ട് നമുക്കിത് വെന്ത് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഉള്ളു നല്ല വേകാത്ത രീതിയിൽ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ബാക്കി മസാല നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് മസാല ഉള്ളത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു കാരണവശാലും നിങ്ങൾ തീ കൂട്ടിയിടരുത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ലാസ്റ്റ് മാത്രമാണ് നമ്മളിതിൻ്റെ അടപ്പ് മാറ്റിക്കൊണ്ട് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്കത് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഇപ്പം തന്നെ നമുക്ക് വരുന്നത്. സോസ് ഇതൊന്നും ചേർത്തിട്ടില്ല, മസാലയൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ കൂടി നമുക്ക് ഷവായിയുടെ ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് മാറ്റിയിട്ട് വേണം അതിൻ്റെ ആ എണ്ണയിലേക്ക് വേണം നമുക്ക് ഞാൻ മസാല ബാക്കി ഇരിപ്പുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ മസാലയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അതുപോലെ ചിക്കൻ കുറവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് 1 കിലോ ചിക്കൻ്റേത് ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ മസാലയ്ക്കകത്തേക്ക് ഞാനത് ചേർക്കുന്നത് സോസാണ്. നമുക്കതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും നമുക്ക് എടുക്കാം. ഞങ്ങൾക്കിവിടെ സോസ് കൂടുതൽ വേണ്ടത് കാരണം ഞാനിപ്പോൾ ഇത് കൂടുതൽ സോസാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റേതായ ഒരു ടിപ്പാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. എനിക്ക് കടയിലേത് കറക്റ്റ് അറിയില്ല. ഞാനത് ആദ്യം പഞ്ചസാര ഇല്ലാണ്ടാണ് ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് നോക്കി. പഞ്ചസാര ഇല്ലാണ്ട് ഞാനത് ഉണ്ടാക്കിയപ്പം ഇത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇത് സോസിൻ്റെയും അതിൻ്റെ ഒരു പുളിയും ഉപ്പും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ കറക്റ്റ് നമുക്ക് കടയിലെ ഷവായിയുടെ ടേസ്റ്റാണ് കിട്ടുന്നത്. നിങ്ങൾ പഞ്ചസാര അത് സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പഞ്ചസാര ഇടുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. എന്നിട്ടിപ്പോൾ ഞാൻ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല കോട്ട് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിം കൂട്ടിയിടരുത്. അടി ഫുള്ള് കത്തിപ്പോവും. ചിക്കനും കത്തിപ്പോവും. നമുക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാണ്ട് വരും. അത് ഫുള്ള് ഫ്ലെയിമും കുറച്ചിട്ട് ചെറിയതായിട്ട് ഇട്ട് അത് അടച്ച് വെച്ചിട്ട് അത് ഒന്ന് വറ്റിച്ചെടുക്കണം. ആ എണ്ണയൊക്കെ നന്നായിട്ട് അത് തെളിഞ്ഞ് വറ്റി വരുമല്ലോ. ആ മസാലയൊക്കെ നന്നായിട്ട് ഫുള്ള് പിടിച്ച് ഉള്ളിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നമുക്കത് വറ്റിച്ചെടുക്കാം. ഇപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലൊരു മസാല ഷവായി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് എൻ്റെ ചാനലിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഷജികയുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. ആദ്യം ഞാൻ ഷോർട്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അഭിപ്രായം വന്ന് വീഡിയോസ് കാണുന്നില്ല എന്ന്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൊടുക്കാനുണ്ടായത്. പിന്നെ ജിൻസോ ചേട്ടൻ പറഞ്ഞത് മാനിച്ചിട്ട് വീണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇന്നു മുതൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഷവായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് കുബൂസിൻ്റെ കൂട്ടത്തിലോ മന്തി റൈസ് വാങ്ങിച്ചാൽ മന്തി റൈസിൻ്റെ കൂട്ടത്തിലോ നമുക്കത് കഴിക്കാം. ഞങ്ങൾക്കിപ്പോൾ ഇതെന്നല്ല കുബൂസിൻ്റെ കൂട്ടത്തിലാണ് നമ്മളത് കഴിച്ചത്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കുബൂസും ഷവായും കഴിച്ച അതേ ഒരു ഫീലായിരുന്നു. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാലാണ് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ പുതിയൊരു റെസിപ്പിയായി വരുന്നിടം വരെ ബൈ.